close your eyes, ready to fly. I'll do the same, right by your side. Free fall. എടാ ചേട്ടൻ തമ്പി, നീ എവിടെയാ? ഇപ്പൊ എന്നെ വേണ്ടേ? അല്ലെങ്കിൽ ഇപ്പൊ വൈഫ് മാത്രം മതിയായോ നിനക്ക്? വരടാനേ തമ്പി, അതെന്ത് ചോദ്യാടാ നീ പറയുന്ന? എനിക്കിന്നെ വേണ്ടെന്നോ? നോ വേ, എനിക്ക് നിന്നെ വേണം. എനിക്ക് പല ആവശ്യമുള്ളത് അതിനെ കൊണ്ട്. ആ ഞാനിത് കാണുന്നുണ്ട്. ഇപ്പൊ വന്ന് കോളില്ല. ഇന്നലെ തന്നെ അമ്മ വീട്ടിൽ വിളിച്ചിട്ട് നീ വന്നില്ലല്ലോ. എന്നിട്ടെന്താ എന്തുവാ ഇവിടെ വണ്ടി ഒതുക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് നീ എവിടെ പോയത്? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്റെ പുതിയ പിണങ്ങല്ലേ നീ? ഞാൻ അവിടെ വരെ വന്നതാ, അതായത് ഞങ്ങൾ രണ്ടുപേരും കൂടെ. പക്ഷെ അവിടെ എത്തി കാലെടുത്ത് വെളി വച്ചൊരു സീനെ വിളിച്ചു. ഒരു വർക്കൊണ്ട് വേഗം വരൂന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് ഞാൻ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ പിന്നെ എന്റെ പിറകെ പോയി. പക്ഷെ അവിടെ വേറൊരു തെണ്ടി ഉണ്ടല്ലോ, ഇതിന്റെ ആള്. അവന്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്. അവൻ പറഞ്ഞില്ല. ഓ, ആ തെണ്ടി ഒന്നും എന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. വർക്കിന്റെ കാര്യായോണ്ട് ഞാൻ പിന്നെ നിങ്ങളൊന്നും പറയുന്നില്ല. ഓഹോ, അല്ല നീ ഇപ്പൊ വിളിച്ച കാര്യം എന്താ? വല്ല ഹെൽപ്പ് എല്ലാം വേണോ? പറ. എന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഇന്നലെ ആണെങ്കിൽ ഓഫീസിലുണ്ടായിരുന്നു ഒരു ഫയൽ നോക്കാൻ വേണ്ടിയിട്ട്. ഇവർക്ക് കൃത്യം രാവിലെ 5 മണിക്ക് ഒരു കോള് വന്ന് ഡെഡ് ബോഡി കണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ ഇമാര് ഫസ്റ്റ് എന്ത് ചെയ്ത് എന്നെയാണ് വിളിക്കാൻ പോയാ. അപ്പൊ അവിടെ ഒരു സീനിയർ തെണ്ടി ഉണ്ടല്ലോ എൻ്റെ, ആ തെണ്ടിയാണെങ്കിൽ എന്നെ വിളിക്കാൻ വേണ്ടി സമ്മതിച്ചില്ല. അവൻ ലാസ്റ്റ് എന്ത് ചെയ്ത് അമ്മാരെയും കൂട്ടിയിട്ട് സ്പോട്ടിൽ പോയി. ഇതെല്ലാം കഴിഞ്ഞ് പകുതിയൊക്കെ എത്തി ഇവിടെ അവർ ഓഫീസിൽ എത്തിയപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ കാര്യം വിളിച്ച് പറഞ്ഞത്. കാരണം അവൻ മാറി നിന്നോണ്ട്. അപ്പോഴാണ് ഈ കേസിന്റെ കാര്യമേ ഞാൻ അറിയുന്നത്. ഓക്കെ, എന്നിട്ട് ഇതാ ഉണ്ടായത്. കഷ്ടകാലം പറഞ്ഞാൽ എനിക്കിപ്പോൾ കേസിന്റെ ഒരു സാധനം അന്വേഷിക്കാൻ പറ്റത്തില്ല. ഈ ഓഫീസിൽ കുത്തിയിരുന്ന് എനിക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പം എൻ്റെ ജോലി. പക്ഷെ അത് മാത്രം എൻ്റെ കരിയറിന് എനിക്ക് നല്ലൊരു പേരും എനിക്കൊരു ഇൻഷലൊക്കെ കിട്ടണ്ടേ. അപ്പം അതിന് ഞാൻ ഇങ്ങനത്തെ കേസ് അന്വേഷിച്ചാലല്ലേ പറ്റത്തുള്ളൂ. അത് ഞാൻ തെണ്ടിന് സമ്മതിക്കുന്നില്ലടാ. സ്വാഭാവികം, അവൻ അങ്ങനെയല്ലേ കാണിക്കത്തുള്ളൂ. അവൻ അങ്ങനെയാണ്. ഇതിലിപ്പം എന്താ നമ്മൾ ഹെൽപ്പ് വേണ്ടെന്ന് വെച്ചാൽ ഈ കേസിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഹെൽപ്പ് വേണ്ടത്. ഇവൻ അറിയാതെ ഞാൻ സീക്രട്ടായിട്ട് കേസ് അന്വേഷിക്കുന്നു. അതിനെനിക്ക് നിങ്ങൾ 2 ഹെൽപ്പ് എനിക്ക് വേണം. എൻ്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ അവൻ്റെ കൂടെ നിന്നിട്ട് വിവരങ്ങൾ കളക്ട് ചെയ്യും. ആ വിവരങ്ങൾ വെച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഹെൽപ്പ് എനിക്ക് വേണ്ടത്. ഞങ്ങളോ? എടാ അത് വേണോ? അവ അറിഞ്ഞ ഞങ്ങള് വച്ചേക്കത്തില്ല. നീ നല്ല പോലെ ചിന്തിച്ചൊന്ന് പറയടാ. എടാ ഏട്ടൻ തണ്ടി, നീ ചുമ്മാ കളിക്കല്ലേ. എനിക്ക് നിങ്ങളെല്ലാം ഉള്ളൂ ഇതൊക്കെ ചോദിക്കാൻ. എനിക്ക് അവൻ്റെ ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. എടാ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ആക്ക്. നിന്റെ കാല് പിടിക്കാം. എടാ മോനൂട്ടാ പ്ലീസ്, വേണ്ട. എന്തിനാണ് നീ? അവൻ വലിയ ഇതറിഞ്ഞ് നിന്നെ വച്ചേക്കത്തില്ല. ഞാൻ കൊന്നോളയവൻ. അതൊന്നും നല്ല പോലെ ചിന്തിക്കും. ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിനക്ക് അങ്ങനെയില്ല. നിന്നെ അവൻ വച്ചേക്കത്തില്ല. എനിക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്റെ പണ്ടത്തെ ആളച്ചെന്നല്ല, ഇപ്പൊ ഇതിന്റെ എല്ലാമാണ് അവൻ. അതുകൊണ്ട് എനിക്ക് ഒന്നും ചെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. ഓക്കെ? എന്തുവാടാ എന്ത് സമാധാനമാണ് നീ? നിനക്ക് ഇതിന്റെ ഫ്രണ്ടിനെ പേടിയാന്ന് പറ, അല്ലാതെ എന്നെ വല്ലതും ചെയ്യും അങ്ങനെ ഒന്നും നീ പറയണ്ട. എന്തോന്ന്? എനിക്ക് അവനെ പേടിയാ? നീ വല്ല സത്യം വരം പറ. ഇതിനെപ്പോഴും ഒന്നും പറയാതെ. എനിക്ക് അവനെ പേടിയൊന്നുമില്ല. ഞാൻ എന്തിനാ അവനെ പേടിക്കുന്നത്? എടാ നിനക്ക് എന്തോന്റെ കുഴപ്പമാടാ? രാവിലെ ഒരു ചാരാസുള്ളൊന്നും മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലേ? എടാ വേറെ ആരുമില്ല, നിന്റെ പൊന്നളിയനില്ലേ? അതാ രാവിലെ വിളിച്ച് സമാധാനം തരാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ തന്നെ ചോദിച്ചു നോക്ക് എന്താന്ന്. അതിന്റെ അളി എണീച്ചിട്ടുണ്ട്, നീ അതിന്റെ അളിയിന് കൊടുക്കാം. ഹലോ അളയാ, എന്ത് പറ്റി? രാവിലെ എന്താ പറ്റിയത്? ഇന്നെന്താ പ്രശ്നം? അവനായിട്ട് വീണ്ടും അടി വെച്ചോ നീ? എന്റെ പൊന്നളിയ, നീയെങ്കിലും എന്റെ ദുഃഖം ഒന്ന് കേക്കണം. നീയെങ്കിലും പ്ലീസ്.
എനിക്ക് നീ മാത്രല്ലേ ഉള്ളൂ ഇങ്ങനെ പറയാൻ. എനിക്കൊരു ഏട്ടനുണ്ട്. ആ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ഒരു കാര്യമില്ല. പ്ലീസ് കേക്കണം. എന്റെ അളിയൻ പറ, ഞാൻ കേൾക്കാതിരിക്കും തോന്നുന്നുണ്ട്, പറ. അവൻ പോയാളിയാ. എന്നാ കേട്ടോ, എന്നെ 2 അസിസ്റ്റൻസ് ഇല്ലേ ഓഫീസിലേ, വർക്കുള്ളതുകൊണ്ട് ഇന്നലെ രാവിലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നേ. ആ ഓക്കെ, എന്നിട്ട് ഇതാ ഉണ്ടായത്. അല്ല അളിയ, ഇതിലിപ്പോ നമ്മളെന്താ ഹെൽപ്പ് ചെയ്യാനാ? അളിയൻ പോലും ഇരുന്നിട്ട് ഓഫീസിലാ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ഹെൽപ്പ് എന്തിനാ ഇതിന്റെ അകത്ത്? നിങ്ങൾ ഹെൽപ്പ് ആവുന്നതിൽ വേണ്ട അളിയാ എനിക്ക്. അതായത് ഞാൻ അവനാരും അറിയാതെ സീക്രട്ടായിട്ട് എൻ്റെ ടീമായിട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിന് ഇവിടുത്തെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? എൻ്റെ ടീമിലുള്ള മിക്ക പേരെ ഈ ഫീൽഡിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ എനിക്കിവിടെ നടത്ത ആരും ഇല്ലാതായിപ്പോൾ. അങ്ങനെ നിങ്ങൾ 2 പേരിൽ ഒരാളോ അല്ലെങ്കിൽ നിങ്ങൾ 2 പേരും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ എനിക്കത്ര ഹെൽപ്പല്ലേ. എനിക്ക് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്ന അളിയനെ. അവനെ കൊണ്ട് നിർത്തി ചിലപ്പം അവൻ്റെ മറ്റേ അളിയനെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടേ നീ വന്നാൽ എനിക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. നീ വരോടാ. ഓ, അപ്പൊ അതാണ് അളിയന്റെ പ്ലാൻ, ഞാന് കൂടെ ഹെൽപ്പ് ആക്കണം. അങ്ങനെ ആടാ, നിനക്കല്ലാതെ ഞാൻ വേറെ ആർക്ക് ഹെൽപ്പ് ചെയ്യാം? ഞാൻ ചെയ്തോളാം. തീർച്ചയായിട്ടും വേണം. എനിക്ക് അതിന്റെ ഹെൽപ്പിനും കൂടെ നിങ്ങളെ വിളിച്ചത്. പിന്നെ ഇന്നലെ വരാത്ത കാര്യം എന്താണെന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടും. അതെ, എന്നാ കോഫി. ആ, 2 അളിയന്മാരും കൂടെ സംസാരിച്ചിട്ട് എന്തായി? എല്ലാം തീരുമാനമാക്കിയോ? എന്താ നിങ്ങളെ തീരുമാനം? നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്നോ? ഓക്കെ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അതും പറയാനും പോകുന്നില്ല. എന്തോ എനിക്ക് നല്ല വാശിയാടാ ഈ കേസിൽ ജയിച്ചേ പറ്റുള്ളൂ എന്ന്. ആര് മുന്നിലും ഒന്ന് താന്ന് കൊടുക്കാൻ പാടില്ല. എല്ലാരും മുമ്പിലും ഒന്ന് ജയിച്ച് നിൽക്കണം. അങ്ങനെ എന്തോ വാശി എന്റെ മനസ്സിൽ. എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ ഈ കേസിൽ. ഞാൻ ആരാന്നും എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. ഓരോ മണ്ടനായിട്ടാ എന്നെ മുദ്ര തെളിയിക്കുന്നത് എന്റെ ടീമിന്. അത് മാറ്റി എനിക്കും എന്റെ ടീമിനും ഞങ്ങളുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന നേരം അത് നല്ലപോലെ നീ യൂട്ടിലൈസ് ചെയ്യും. അത് ഉറപ്പാ. എന്തായാലും ഈ പ്രാവശ്യം ഞാനോ മുന്നിലും താഴാൻ പോകുന്നില്ല. ആഹാ, ഈ പ്രാവശ്യം എന്നെ നല്ല വാശിയിലാണല്ലോ. എന്തേ, കപ്പ് നീ തന്നെ കൊണ്ടുപോവാടാ? പിന്നല്ലാതെ ഈ പ്രാവശ്യം എന്റെ അളിയൻ തന്നെ കപ്പ് വെക്കും, എനിക്ക് ഉറപ്പാ. അല്ലേടാ അളിയ? പിന്നല്ലാതെ നമ്മൾ തന്നെ കപ്പ് വെക്കോടാ. ഈ പ്രാവശ്യം കുറച്ച് വാശി എനിക്ക് കൂടല്ല. ഇതിനെനിക്ക് ജയിച്ചില്ലെങ്കിൽ പറ്റത്തില്ല. അപ്പൊ അനിയൻകുട്ടാ, ഇനി നമുക്ക് അങ്ങപ്പാക്കല്ല. ഓക്കെ, ഓ ഇങ്ങവേ പാക്കല. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നേക്ക് 3-ാം ദിവസമായി ഒരു കൊലപാതകം നടന്നിട്ട്. എന്താ, എങ്ങനെയാ, മോട്ടീവ്, ആരാ ഒന്നും നമുക്ക് അറിയത്തില്ല. ഒരു അൺനോൺസ് കോള് മാത്രമായിരുന്നു. അയാൾ ഇതുവരെ ട്രേസ് ചെയ്യാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല. മേളിൽ നല്ല പ്രഷർ ഉണ്ട്. നമുക്ക് ഉടനെ എന്തായാലും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ ആരാ എന്താ ചെയ്തെന്നൊക്കെ. നമ്മള് എന്തായാലും ഇത് സീരിയസ് ആയിട്ട് എടുത്തേ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് പബ്ലിക്കോ മീഡിയയോ ആരും അറിയാൻ പറ്റില്ല. കാരണം ഇത് പബ്ലിക് കൂടുതലും അറിഞ്ഞാൽ ടെൻഷനാവും, പാനിക്കാവും. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ ഡെഡ് ബോഡി കണ്ട സ്ഥലത്ത് ഒരു ഗ്രാമമാണ് അടുത്തുള്ളത്. അവിടെ അത്രയും അങ്ങനെ റിച്ച് ആയിട്ടുള്ള പീപ്പിൾസ് അല്ല, മിഡിൽ ക്ലാസ് ആയിട്ടുള്ളവരാ. അപ്പൊ അവരൊക്കെ ഈ കാര്യം കേട്ടാൽ എന്തായാലും പാനിക്കാവും. പബ്ലിക് എന്തായാലും പാനിക്കാവാൻ പാടില്ല. പ്രസിഡന്റ് കയ്യിലൊന്നും ഈ കാര്യം എത്താനേ പാടില്ല. ഇത് മൊത്തത്തിൽ സീക്രട്ട് ആയിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. പക്ഷെ പെട്ടെന്ന് എല്ലാരും അറിയുന്ന മുമ്പ് തന്നെ അയാളെ പിടിച്ചിരിക്കണം. So guys, don't waste of all times. നമുക്ക് പെട്ടെന്ന് എന്തായാലും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇനി ഏതെങ്കിലും കൊല ചെയ്യുവോ, ചെയ്യാതിരിക്കോ, ചെയ്യുന്നെങ്കിൽ ആരായിരിക്കും, എവിടെയായിരിക്കും, എന്നായിരിക്കും ഒന്നും അറിയത്തില്ല. ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരാൾ മരിച്ചു, അത് ഒരു പെൺകുട്ടിയാണ്. ഇത്രയും ബ്രൂട്ടൽ ആയിട്ടാണ് കുന്നിക്കുന്നത്. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അപ്പോ
എന്തായാലും ഒരു മുൻവൈരാഗ്യം വച്ച് തന്നെയാണ് ആ കുട്ടീനെ കൊന്നിട്ടുള്ളത്. സോ നമ്മള് ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുന്നത് എന്തുകൊണ്ട് വളരെ നല്ലതാണ്. ശത്രുക്കൾ അങ്ങനെ ആരെങ്കിലും ഫാമിലിയില് അല്ലെങ്കിൽ ഫ്രണ്ട്സില് റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും പഠിച്ച കോളേജില് സ്കൂളില് അല്ലെങ്കിൽ ഇപ്പോ ജോബ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് അങ്ങനെ ആരെങ്കിലും ഈ കുട്ടിയായിട്ട് ശത്രുത ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ ഫസ്റ്റ് അന്വേഷിക്കാൻ. ഇവിടെ ഓഫീസിൽ നിന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് അർജുനെയാണ്. അപ്പോ നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ട്, ഇനി എന്തെങ്കിലും ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടീനെ നിങ്ങൾക്ക് സംശയം, അങ്ങനെ സംതിങ് എക്സെട്ര അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ഇൻഫോം ചെയ്യാൻ അർജുനെയാണ്. അർജുനായിരിക്കും അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, എന്താ അർജുൻ, ഓക്കെ അല്ലേ ഇതിന്? ആ പിന്നെ എനിക്കെന്താ പ്രശ്നം സാർ, അന്ന് ഓക്കെ. ഓഹ് എന്ത് സാധനം നോക്ക്, നീ നൈറ്റ് റൂമിൽ വരുമല്ലോ, ഒപ്പന കാണിച്ചടാ പട്ടി, നീ അങ്ങ് വാ. Okay, come on guys, let's go. പിന്നെ അല്ലാതെ ഞങ്ങളാ. എന്തേ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, ഇവൻ പറഞ്ഞത് സത്യം, ഞങ്ങൾക്ക് എന്നിട്ട് ഒരു പ്രശ്നമില്ല. നിങ്ങൾ പറഞ്ഞാൽ ഹാപ്പിയാ ഞങ്ങൾക്ക്. അത്യാവശ്യം വലിയ വീടാ, എന്തെങ്കിലും ക്ലൂ കിട്ടാൻ ചാൻസ് കുറവാണ്, പക്ഷെ എന്തെങ്കിലും കിട്ടും. നീയൊക്കെ അന്വേഷിച്ച് അവിടെ എന്തെങ്കിലും കാണും. ഞാൻ നേരെ പൊക്കോളാം, നീ അങ്ങോട്ടും നീ ഇങ്ങോട്ടും പൊക്കോ. ഓക്കെ, നമുക്ക് സെപ്പറേറ്റ് അന്വേഷിക്കാം, എന്നാലേ പെട്ടെന്ന് തീരത്തുള്ളൂ. ശരി, നീ ഒരു കാര്യം ചെയ്യ്, നീ ആ വരി പോ, ഞാൻ ഈ വരി പോ, നമുക്ക് അവിടെ ഇവിടെ എത്തി അന്വേഷിക്കാം. സാർ ആ വരി വെക്കോ, അതല്ലേ നല്ലത്? മോനുട്ടാ, എന്തായി, എന്തെങ്കിലും എനി ക്ലൂ? ഇല്ല ഏട്ടാ, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, അന്വേഷിക്കട്ടെ. ഇതെന്ത് സാധനം, ഒരു ബട്ടൺ പോലെ, നെക്കി നോക്കിയാലോ. ഹലോ മിസ്റ്റർ ഓഫീസർ, വെൽക്കം ടു മൈ വേൾഡ്. പേടിക്കണ്ട, എന്നെ കാണാൻ പറ്റത്തില്ല, പക്ഷെ എനിക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്, നല്ലപോലെ ക്ലിയർ ആയിട്ട്. എനിക്കറിയാം താൻ എന്നെ അന്വേഷിച്ചാണ് ഇറങ്ങിയിട്ടുള്ളതെന്ന്. നിങ്ങളായത്, നിങ്ങൾ എവിടെ നിന്ന് സംസാരിക്കുന്നേ? എനിക്കെന്താ നിങ്ങളെ കാണാൻ പറ്റാത്തത്? ഓ കൂൾ മാൻ കൂൾ. ഇങ്ങനെ ക്വസ്റ്റ്യന് മേലെ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചോണ്ടിരുന്ന ഞാനെങ്ങനെ ആൻസർ ചെയ്യാ? കാണാൻ പറ്റാത്തത് കാരണം ഞാൻ ഇവിടെ അല്ലല്ലോ ഉള്ളത്, ഞാൻ വേറെ സ്ഥലത്താണ് ഉള്ളത്. എനിക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ തനിക്ക് എന്നെ കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. തനിക്ക് എന്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ, തനിക്ക് മാത്രം. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഫ്രീ അഡ്വൈസ് തരാം. ഈ കേസ് താൻ അന്വേഷിക്കരുത്. അന്വേഷിച്ച താൻ ലാസ്റ്റ് ദുഃഖത്തിലാവത്തേ ഉള്ളൂ. താൻ അപ്പം വിചാരിക്കും, എന്തിനാണ് ഈ കേസ് ഞാൻ അന്വേഷിച്ചതെന്ന്. അന്ന് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴോടെ അഡ്വൈസ് തരുക, ഇത് അന്വേഷിക്കണ്ട. അതുകൊണ്ട് നമ്മളിവിടെ സംസാരിച്ചിട്ടുമില്ല, താൻ എന്റെ ശബ്ദവും കേൾക്കാത്ത രീതിയിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതായിരിക്കും തനിക്ക് നല്ലത്. എന്റെ ഇത് ഭീഷണിയാണോ? ഇത് ഞാൻ കേട്ടിട്ട് തിരിച്ചു പോകണമെന്നാണോ താൻ പറയുന്നേ? ഭീഷണിയല്ല, താൻ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ പറയുന്നതാ. ഞാൻ തനിക്കൊരു ക്ലൂ തരാം. താൻ അന്വേഷിക്കാൻ പോകുന്ന കേസ്, അല്ലെങ്കിൽ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസ്, അത് ചിലപ്പോ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും ഇത് ചെയ്തിട്ടുള്ളത്. അന്നാണ് അന്വേഷിച്ചെത്തി താൻ വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നീ ഇത് പറയുന്നത്, തനിക്ക് വേണ്ടി മാത്രം. സോ യു ക്യാൻ ഡിസൈഡ്, തനിക്ക് എന്തും ചെയ്യാം, അന്വേഷിക്കാം, അന്വേഷിക്കാതിരിക്കാം. ഓക്കെ? ഞങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ തെറ്റോന്നറിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു പേടി,
അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് എൻ്റെ അടുത്ത് വന്ന് അതങ്ങ് അവതരിപ്പിക്കുവാണ് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയും എനിക്കുണ്ട്. ഞാൻ വെറും മണ്ടനല്ല. ഓക്കെ? ഐ നോ എനിക്ക് നന്നായിട്ട് അറിയാം താനൊരു മണ്ടനല്ലാന്ന് എനിക്കറിയാം. താനൊരു മാസ്ക് ആണെന്നും എനിക്കറിയാം. മറ്റാൾക്കാരും, കാരണം ഞാൻ ഒന്നിനെയുമല്ല നിങ്ങളെ കാണാൻ തുടങ്ങിയത്. ഓഹോ, അപ്പോൾ ഞാൻ ആരാണെന്നൊക്കെ തനിക്കറിയാം. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് എന്നെ പേടിയാണ് എൻ്റെ മുമ്പിൽ വരാനും. അതുകൊണ്ടാണ് ഇപ്പൊ പോലും എന്നതാ ഇങ്ങനെ കോൾ വരെ ചെയ്തിട്ട് എന്നെ റൂമിലാക്കി ഇരുത്തി നിങ്ങൾ എൻ്റെ സംസാരിക്കുന്നത്. നിങ്ങൾ എൻ്റെ മുമ്പിൽ വരാൻ പോലും ധൈര്യപ്പെടുന്നില്ല. തനിക്ക് എന്ത് വിചാരിക്കും, ഐ ഡോണ്ട് ഹാവ് പ്രോബ്ലം. പിന്നെ തന്റെ കോളിലുള്ള തന്റെ ടീമിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എത്ര ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഈ കോൾ ഹാക്ക് ആവത്തില്ല. കാരണം ഞാനാണ് ഈ കോൾ ചെയ്യുന്നത്. എന്നെ അങ്ങനെ പെട്ടെന്നൊന്നും പിടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ഫ്രീ അഡ്വൈസ് ഞാൻ തന്നു, നിങ്ങൾക്കത് കേൾക്കാൻ വയ്യ. എന്നാ എനിക്കൊരു കുഴപ്പമില്ല, യുവർ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടൈം വളർന്നിട്ടില്ല, ഇനിയും ടൈമുണ്ട്. നല്ലപോലെ തിങ്ക് ചെയ്തോ. ഏട്ടാ കോള് കേട്ടെ. ചേട്ടാ IPS അഡ്രസ് വെച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? സംതിങ് എൽസ്, എന്തെങ്കിലും. ഇല്ലടാ, ഞങ്ങൾ നോക്കി, കൊറേ നോക്കി. ലൊക്കേഷനൊക്കെ സത്യം പറഞ്ഞ ആദ്യം കിട്ടിയതാ. പക്ഷെ അത് ഓരോ സ്ഥലമായിട്ട് കാണിക്കാനുള്ള ഷഫിൾ ചെയ്തിട്ട് ഇപ്പം കാണിച്ചത് കേരള എന്നാ, പിന്നെ കാണിക്കും തമിഴ്നാടു, പിന്നെ അത് കഴിഞ്ഞ് ആന്ധ്രാപ്രദേശ്, പിന്നെ ലണ്ടൻ, UK, അങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഒരു ഒറിജിനൽ ആയിട്ടുള്ള സ്ഥലമൊന്നും കാണിക്കുന്നില്ല. സാർ ഓക്കെ ആണോ? ഞങ്ങള് കൊറേ നോക്കി. ഇതെങ്ങനെ സാർ ഈ റൂമിന്റെ അടുത്ത്, ഇതെങ്ങനെ ഈ റൂം ഇവിടെ വന്നത്? ഓക്കെ, നിങ്ങൾ പാനിക് ആവണ്ട. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പായി, ഇത് നമ്മളിടയിലുള്ള ആരോ ആണ്. നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മളെ അറിയാവുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഈ രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിക്കത്തില്ല. ഹോയിഷി എന്റെ പറ്റിയ ഓഫീസർ, അവർക്കാർക്കും എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതുവരെ. വൈ? എന്റെ നിങ്ങളുടെ സർവീസ് സിസ്റ്റം ഇത്രയും ലോ ആണോ? കൂടുതൽ നിഗളിക്കണ്ട. മര്യാദക്ക് നിന്ന നിങ്ങൾക്ക് എന്നെ കൊള്ളാം, കേട്ടല്ലോ? ഒരു നിമിഷം പോലും വേണ്ട എനിക്ക് നിങ്ങളെ കണ്ടെത്താൻ. ഓ ആണോ? ഞാൻ വിളിക്കും, കാരണം അത്ര കോൺഫിഡൻസ് എനിക്കുണ്ട്. പിന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കുക, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളായിട്ട് എന്റെ പിറകെ വരുമ്പോ ഞാനായിട്ട് എന്ത് ചെയ്യാനാ സർ? അതുകൊണ്ട് നെക്സ്റ്റ് ഒരു ചാലഞ്ച് നിങ്ങൾക്ക് തരാൻ പോവാണ്. ഞാൻ വീണ്ടും ഒരാളെ കൊല്ലാൻ പോവാ. പറ്റുമെങ്കിൽ ആ കുട്ടീനെ നിങ്ങൾ രക്ഷിക്കും. ഈ നമ്പർ എന്നെ കണ്ടുപിടിക്കാൻ നോക്കുന്ന സ്ഥലത്തൊന്ന് അടിക്കാൻ പറ. 907321. So, see you soon. Bye-bye. എടാ ഒരു മിനിറ്റ് സാർ, ലൊക്കേഷൻ ഇസ് ദയർ. ഇവിടെ ആളുള്ളത്. എടാ അത് ആ പിന്നിലെ ലൊക്കേഷന്. ഞങ്ങള് വേഗം എത്താം. നീ എന്തായാലും ആ വീട്ടിൽ നിന്ന് മാറും. ഇനി നിൽക്കുന്നത് ശരിയല്ല. ഏട്ടാ ഇപ്പം വേറെ ഒന്നിനും ടൈമില്ല. ചേട്ടൻ വേഗം ആ ലൊക്കേഷൻ അയക്ക്. നിങ്ങൾ അവിടെ എത്തിക്കോ, ഞങ്ങൾ 3 അവിടെ എത്തിക്കോളാം. ഡോണ്ട് വറി, ഒന്നും ഉണ്ടാവത്തില്ല. വേഗം ഒന്ന് ആ ലൊക്കേഷൻ അയച്ചിട്ടേക്ക്. ഓ അവൻ കട്ടാക്കി. എടാ നീ വേഗം വന്നേ. എടാ ആ ലൊക്കേഷൻ അയച്ചെടുത്തേക്ക്, നമുക്ക് വേഗം പോവാം. നീ വാ.
എന്തിനാ ഇവിടെ വന്ന് നിന്റെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞത്? നിങ്ങളുടെ ഓഫീസിൽ തന്നെയാണ് നിൽക്കാൻ പറഞ്ഞത്. നല്ല ജൂനിയറാ, സീനിയർ പറഞ്ഞ ചെയ്യേണ്ടത്, അല്ലാതെ ജൂനിയറിന് തോന്നിയില്ല ചെയ്ത് വയ്ക്കേണ്ടതൊക്കെ. ഇപ്പൊ താൻ വന്നിട്ട് ഇവിടെ എന്തോ ഉണ്ടായത്? ഒരു കുട്ടിയും കൂടെ മരിക്കുകയല്ലേ ചെയ്തത്? അല്ല സർ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ലുക്ക് മിസ്റ്റർ അച്ചു, യു ആർ സീനിയർ, യു ആർ നോട്ട് മൈ സീനിയർ. സീനിയർ പറഞ്ഞ റെസ്പെക്ട് ചെയ്യേണ്ട ജൂനിയർ ആണ്, അത് ഓർത്തോ. ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു അതാണ് നീ ഇവിടെ ചെയ്യേണ്ടത്, അല്ല നിനക്കിഷ്ടമല്ല ചെയ്യേണ്ടത്. ചുമ്മാ കാരണമൊന്നുമില്ലാതെ എന്റെ തലികാരം വരില്ലേ, ചുമ്മാ അടിയിക്കാൻ വരില്ലേ? നിനക്ക് എപ്പോഴും എന്തിനാ എന്റെ തടി വെച്ചാലേ ഉറക്കം വരത്തുള്ളൂ. ഐ സേ ഗെറ്റ് ഔട്ട്. ഞാൻ എന്ത് പറയുന്നു അതാണ് നീ കേൾക്കേണ്ടത്, നീ പറയുന്നല്ല ഞാൻ കേൾക്കേണ്ടത്. മര്യാദയ്ക്ക് ചെന്ന് ജീപ്പിന്റെ അടുത്ത് നിൽക്കുക, ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം.